ഓക്കെ, ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഡൗട്ട്സ് ഇല്ലാന്ന് തോന്നുന്നു. ഒരു കാര്യം പറയാം. അതേപോലെ പിന്നെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മഴക്കാലത്ത് നമുക്ക് ഈ ആൽഗകളുടെ ഒരു പ്രശ്നമുണ്ടോ? എല്ലാ കിണറുകളിലും ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവും ഒരു പാട പോലെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവും, വെള്ളത്തിന് ഒരു നിറ വ്യത്യാസം എന്നൊക്കെ പറയുന്നത്. അത് ഈ ആൽഗകൾ കാരണമാണ്. ആൽഗകള് നമ്മൾ വേനൽക്കാലത്തൊക്കെ പിന്നെ കിണറിന്റെ സൈഡിലെല്ലാം പിന്നെ ആൾമറയുടെ സൈഡിലും ഒക്കെ ആൽഗകൾ വളരുന്നുണ്ടാവും. അത് ഈ മഴയത്ത് ചിലപ്പോൾ നേരെ ആദ്യത്തെ മഴക്ക് തന്നെ ഒഴുകി കിണറ്റിലേക്ക് വരും. അതിങ്ങനെ ഒരു ലെയർ പോലെ നിന്നിട്ട് ആൾക്കാർക്ക് ഭയങ്കര സംശയമായിരിക്കും, വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ വരും. അപ്പൊ ആൽഗകൾ അങ്ങനെയുണ്ടെങ്കിൽ അതും നമ്മൾ പലപ്പോഴും പറയാനുള്ളത് ബ്ലീച്ച് പൗഡർ ഇടാനാ പറയുന്നത്. പക്ഷെ അതിനും നല്ലത് നമ്മൾ ആൾക്കാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ആൽഗകൾ ഈ രീതിയിലുള്ള ഒരു നിറ വ്യത്യാസമൊക്കെ കാണിക്കുക. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ കിണറിന്ന് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മൂടി വെക്കാൻ പറയാം. വലിയ ടാർപോളിനായിട്ട് എടുത്തിട്ട് തീരെ സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ മൂടി വെക്കാൻ പറയുന്നതായിരിക്കും അതിന് നല്ലത്, പ്രായോഗികം. അതല്ലാണ്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊണ്ടൊന്നും ആൽഗകളെ നശിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇത്രയും കൂടിയേ ഉള്ളൂ സാറേ. സാറേ ഒറ്റൊരു സംശയം. ഉറവ കൂടുതലുള്ള ഭാഗങ്ങളില് ഒരു വർഷത്തിൽ എത്ര തവണ ക്ലോറിനേഷൻ ചെയ്യാം? ഉറവ കൂടുതലെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉറവ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറിന്ന് വരെ ഓവർഫ്ലോ ഉണ്ടാകുന്ന ഭാഗങ്ങളില്. കിണറിന്ന് പുറത്തേക്ക് പോകുന്നോ? പുറത്തേക്ക് വരെ പോകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ എത്ര തവണ ക്ലോറിനേഷൻ ചെയ്യാം? അവിടെ നമ്മുടെ ഈ ക്ലോറിനേഷൻ, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ക്ലോറിനേഷൻ ഒന്നും എഫക്റ്റീവ് അല്ല. അത് ശരിക്കും നമ്മൾ വേറെ മാർഗങ്ങൾ, കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതായിരിക്കും. നമ്മളതിന് ക്ലോറിൻ പോട്ട് എന്നൊക്കെ പറയും. ഒരു കുടം പോലത്തെ ഒരു സാധനത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലർത്തിയിട്ട് അത് ഒരു ഈ കിണറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളവും കിണറ്റിലേക്ക് വരുന്ന ഉറവേന്റെ അളവും ഒക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് ചെയ്യേണ്ട സംഗതി ആയിരിക്കും. അത് നമുക്ക് ഈ ക്ലോറിനേഷൻ കൊണ്ട് അത്ര ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് പിന്നെ ഒരു നിശ്ചിത അളവ് എത്രമാത്രം വെള്ളം കൂടുതലുള്ള സമയത്ത് ഒരു 2-3 മാസങ്ങളിൽ ഇടവിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, കിണറ്റിലേക്ക് ഉറവ നല്ല ശക്തമായിട്ട് വരുന്നത്, ആ ഉറവ് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു, അങ്ങനെയല്ലേ പറയുന്നത്? കിണറ്റിന്ന് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു, അങ്ങനെയല്ലേ പറയുന്നത്? അടിയൊഴുക്ക് കിണറിലേക്ക് ഉണ്ടാവും, പക്ഷെ കിണറിന് പുറത്തെ അല്ല, കിണറിന്ന് വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകുന്നില്ല അല്ലെ? അതായത് കിണറിന് കവിഞ്ഞൊഴുകല്ല ചെയ്യുന്നത്, കിണറിന്റെ ചുറ്റും കെട്ടിയിട്ടുള്ള കല്ലിന്റെ ഇടയിലൂടെ പുറത്തു പോകുന്നത്. കല്ലിന്റെ ഇടയിൽ അത് നല്ല വേനൽക്കാലത്തല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ? നല്ല മഴക്കാലത്ത്. സോറി, നല്ല മഴക്കാലത്തല്ലേ ഉണ്ടാവുള്ളൂ, നല്ല പെരുമഴ പെയ്യുന്ന സമയത്തല്ലേ ഉണ്ടാവുള്ളൂ. അതെ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ക്ലോറിൻ എത്ര അളവ് വേണോ അതിനനുസരിച്ച് ചേർക്കുന്നതായിരിക്കും. സൂപ്പർ ക്ലോറിനേഷൻ പോലെ തന്നെ ചേർക്കണം. കാരണം പുറത്തുനിന്നുള്ള ഉറവയിലൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും മാലിന്യങ്ങൾ കെട്ടിക്കിടന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള ശക്തമായ മഴയത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നതായിരിക്കും. വേറെ സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ സാറേ അടുത്ത ഉറവിട നശീകരണത്തിനും കൂടി 2 വാക്ക് പറയാല്ലേ? ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? PhD ആശാ വർക്കറാണ്. ഹലോ സാറേ, കേൾക്കാമോ? പറഞ്ഞോളൂ സാർ, ഞങ്ങള് ക്ലോറിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 10 വീടൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് സാർ? സ്ഥിരമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ശ്വാസതടസ്സം ഉണ്ട്. അപ്പോ പിന്നീട് നമുക്ക് 10 വീട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ശ്വാസം മുട്ടലാണ്. അത് സാറ് മറുപടി പറയും, സച്ചിൻ സാറ് മറുപടി പറയും, ഡെപ്യൂട്ടി ഡിമോ. ഓക്കെ. ഡൗട്ട്സ് ഉള്ളവരുണ്ടോ? ഇനി
സാറേ അവർ ചോദ്യം ചോദിച്ചത് അവർ ക്ലോറിനേഷൻ 10 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പിന്നെ ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഓ അങ്ങനെ. ആ ഈ നിലവില് ക്ലോറിൻ വാതകം ആ രീതിയിൽ പുറത്തേക്ക് വരുന്നില്ല. ക്ലോറിൻ വാതകം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടായേക്കാം. പക്ഷെ ക്ലോറിൻ വാതകം ഇതിനകത്തുനിന്ന് അങ്ങനെ റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്താണ് ഇത് കലക്കിയിട്ട് ഒഴിക്കുമ്പോഴാണോ പിന്നെ ബുദ്ധിമുട്ട് വരുന്നത്? സാർ കലക്കി ഒഴിക്കുമ്പോൾ തന്നെ. ഓക്കെ. ആ സമയത്ത് പൊടി ചിലപ്പോൾ കയറുന്നുണ്ടാവില്ല. ഇതെനിക്ക് തോന്നുന്നത് ക്ലോറിൻ വാതകമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. എനിക്ക് തോന്നുന്നു അതിന്റെ കുമ്മായത്തിന്റെ പൊടി കൊണ്ടായിരിക്കും, അതിന്റെ അലർജി ആയിരിക്കാം. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക. ഓക്കെ. ക്ലിയർ ആയില്ലേ? അത് സാറ് പറഞ്ഞ ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് ഉറവിട നശീകരണം കൂടി ഒരു 2 പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ സോഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സമയത്ത് നമ്മുടെ ജില്ലയിൽ ധാരാളം ഡെങ്കു കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇനി അങ്ങോട്ടും കുറേ കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മഴക്കാലത്ത് കൊതുകിന്റെ ഒരു പ്രജനനം വളരെ കൂടുതലായിട്ട് കാണുന്നത്. കാലാവസ്ഥയൊക്കെ അനുകൂലമായ രീതിയിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൊതുക് നശീകരണത്തിന് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതില് പിന്നെ നമുക്ക് വേണമെങ്കിൽ രാസികങ്ങൾ, അതായത് പിന്നെ രാസവസ്തുക്കൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ജൈവ രീതികൾ ഉപയോഗിക്കാം. അപ്പൊ ഈ ജൈവ രീതികളിലാണ് നമ്മൾ ഈ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിന്നെ കൂത്താടികളെ നശിപ്പിക്കുന്ന മീനുകൾ, ഗപ്പി, ഗാംബൂസിയോ, മാനത്ത് കണ്ണി തുടങ്ങിയിട്ടുള്ള മീനുകൾ ഉപയോഗിക്കുന്നതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. അതില് നമ്മളിപ്പോൾ മഴക്കാലത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മള് ഉറവിടങ്ങൾ നശിപ്പിക്കുന്ന കാര്യത്തിലാണ്. നമ്മളത് ശാസ്ത്രീയമായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു പ്രദേശത്ത് ഡെങ്കിപ്പനിയുടെ പിന്നെ ഒരു ഡെങ്കി ബാധ 2-3 പേർക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ ഉറവിട നശീകരണം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നടത്തുകയാണെങ്കിൽ നമുക്ക് ആ പ്രദേശത്ത് കൂടുതൽ കേസ് ഉണ്ടാകുന്നു. ഒരുപാട് പേരെ അത് രോഗം ബാധിച്ച് പിന്നെ മരണത്തിലേക്കൊക്കെ പോകുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉറവിട നശീകരണത്തിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കണം. കാരണം നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഫിസിക്കലായിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിന് കീടനാശിനിയോ അല്ലെങ്കിൽ പിന്നെ വിദഗ്ധ തൊഴിലാളികളോ വാഹനങ്ങളോ വലിയ പണച്ചെലവോ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇടപെട്ട് വലിയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ വലിയ തോതിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഈ സമയത്ത് പ്രാധാന്യം കൊടുക്കേണ്ട ഈ ഉറവിട നശീകരണത്തിനാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കാണുന്നത്, ഞാനത് കുറ്റേറ്റ് പറയുന്നില്ല, പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഡെങ്കി ബാധയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പിന്നെ അതിലൊരു ചെറിയൊരു പിന്നെ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കാറില്ല. ഒരുപക്ഷെ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു ഇത് പാലിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു പിന്നെ മനോഭാവമായിരിക്കാം. ഏതായാലും നമ്മൾ ആളുകൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് ഫോഗിങ്ങിനൊക്കെ ഒരുപാട് തുക ചെലവഴിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ സ്പ്രേയിങ് നടത്തുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതിൽ നമ്മൾ അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ചിരട്ടയിലോ ഒരു മുട്ടത്തോടിലോ ഒക്കെ പിന്നെ അത് ആ ചിരട്ടയോ മുട്ടത്തോടോ ഒക്കെ നിങ്ങളൊന്ന് കമഴ്ത്തി വെക്കുമ്പോൾ, അതല്ലെങ്കിൽ അതൊന്ന് എടുത്ത് പൊറുക്കി കളയുമ്പോൾ, പൊറുക്കി എവിടെയെങ്കിലും മഴ കൊള്ളാത്ത സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആയിരക്കണക്കിന് 10,000-കണക്കിന് പുതിയ കൊതുകുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെ ഇല്ലാതാക്കുകയാണെന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ മുന്നേറ്റം ആൾക്കാർക്ക് കൊടുക്കണം. നമുക്കറിയാം, കൊതുകിന് പ്രധാനമായിട്ട് 4 വളർച്ചാ ഘട്ടങ്ങളാണുള്ളത്. അതിൽ ലാർവ എന്ന് പറഞ്ഞ സ്റ്റേജാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊതുകിനെ നശിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ്. ഏറ്റവും നന്നായിട്ട്, കാരണം അത് പറന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വലിയ കൊതുകായിട്ട് പറന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫോഗിങ് ഒക്കെ വേണ്ടി വരും നശിപ്പിക്കാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അത് ആ ഘട്ടത്തിൽ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് രോഗം വരുന്ന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള മനുഷ്യശേഷിയും പിന്നെ വിഭവങ്ങളും ഒക്കെ നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് എല്ലാ ആശാപ്രവർത്തകരോടും വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ജില്ലയിലുള്ള
ഇപ്പോൾ ഉള്ള ഈ ഡെങ്കിപ്പനിയുടെ ഒരു അവസ്ഥ നമുക്ക് മാറ്റി തീർക്കാൻ വേണ്ടി പറ്റും. നിങ്ങളെല്ലാവരും ഒരു സേന പോലെ, ഒരു പട്ടാളം പോലെ ഞങ്ങളുടെ പിന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ബഹുമാനായ നമ്മുടെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ ഉണ്ട്, സച്ചിൻ സാറുണ്ട്. സച്ചിൻ സാറിന്റെ പുറകിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് എല്ലാ കാര്യത്തും പിന്തുണ നൽകിക്കൊണ്ട് നമ്മൾ പുറകിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത് ആത്മാർത്ഥമായിട്ട്, ഹലോ രമ, ആത്മാർത്ഥമായിട്ട് ഇക്കാര്യത്തിൽ ഒരു ശ്രമം നടത്തുക. എന്താണ് ശ്രമം നടത്തുക? ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ ആശാപ്രവർത്തകരായാലും ഈ ഉറവിട നശീകരണത്തിന് വരുന്ന മറ്റുള്ളവരായാലും ആരോഗ്യ പ്രവർത്തകരായാലും ഒക്കെ വീടുകളിൽ ചെല്ലുന്നുണ്ട്. പക്ഷെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യാം, അവരുടെ വീട്ടിന്റെ മുൻവശത്ത് നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അതിന് പകരം നിങ്ങൾ 2-3 സ്ഥലങ്ങളൊന്ന് കയറി പരിശോധിക്കണം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വീടിന്റെ പുറകിലുള്ള ഭാഗങ്ങൾ പരിശോധിക്കുക. അതേപോലെ വീടിന്റെ 2 സൈഡിലുള്ള ഭാഗങ്ങൾ പരിശോധിക്കുക. വീടിനകത്ത് കയറുക. ഇപ്പൊ പുതുതായിട്ട് ഈ കൊതുക് വളരുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഈ പിന്നെ ഉള്ളില് നമ്മൾ സൂക്ഷിക്കുന്ന ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് വീട്ടിനകത്ത്. അപ്പൊ അത്തരം ചെടിച്ചട്ടികളിലൊക്കെ ഇപ്പൊ നമ്മളെന്താ പറയാം, ചെടിച്ചട്ടികൾക്ക് പ്രത്യേക പേരുണ്ടല്ലോ, മണി പ്ലാന്റ് എന്നൊക്കെ വിളിക്കും. അപ്പൊ അങ്ങനെയുള്ള മണി പ്ലാന്റിലൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ടും കൊതുക് വളരുന്നതായിട്ട് കാണുന്നത് വീട്ടിനകത്ത്. അപ്പൊ മലയാളിയുടെ ശീലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്രോതസ്സുകളിലൂടെ ഒന്ന് പരിശോധിച്ച് അത് നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരിക്കലൊന്നും നമ്മൾ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊതുക് വളരുന്നില്ല എന്നുള്ളത് ആളുകളോട് പറയണം. ആ ഒരു ശ്രമം, അതായത് വീട്ടിന്റെ പുറകില്, വീട്ടിന്റെ അകത്ത്, അതുപോലെ തന്നെ വീട്ടിന്റെ മേലെ. നമുക്ക് മിക്കവാറും വീടുകളിലൊക്കെ കയറാൻ പറ്റും, കാരണം നമ്മൾ അവരുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ വീട്ടിന്റെ മേലെ ഒന്ന് കയറിയിട്ട് മട്ടുപ്പാവിലൊന്നും ഇതൊന്നും കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ളത് സാധ്യമായിടത്തോളം സ്ഥലങ്ങളിൽ നമ്മളൊന്ന് പരിശോധിക്കുക. അങ്ങനെയായാൽ തന്നെ നമുക്ക് കുറേ പിന്നെ ഇതിന്റെ ഈ ഡെങ്കിപ്പനിയുടെ ഒരു അറ്റാക്ക് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം, ഈ ഉറവിട നശീകരണം എന്ന പ്രവർത്തനം ഏത് മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനത്തിനേക്കാളും ഫലപ്രദമാണെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. ആ ഒരു ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ ഈ സമയത്ത്, ഈ മഴക്കാലത്ത് നമ്മളെല്ലാവരും സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ബഹുമാന്യനായ നമ്മുടെ ഡെപ്യൂട്ടി ഡി എം പറയും. ഓക്കെ, എന്നാൽ നമുക്ക് നിർത്താം. വേറെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അവസാനമായിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? കുറച്ചുപേര് അൺമ്യൂട്ട് ചെയ്തിട്ട് കണ്ടു. ഈ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നവരെ ഡൗട്ട്സ് ചോദിക്കാനാണോ, അല്ലെങ്കിൽ എനിക്കൊന്ന് ആർക്കും ഡൗട്ട്സ് ആയിട്ട് ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഫീൽഡ് തലത്തിലെ ക്ലോറിനേഷൻ, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അതിന്റെ ശ്രീ രാധാകൃഷ്ണൻ ചെത്തിന് അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ട്രെയിനിങ്ങിനകത്ത് പങ്കെടുത്ത മുഴുവൻ പേർക്കുമുള്ള നന്ദിയും അറിയിക്കും. താങ്ക് യു.